ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് നൈറ്റി കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 51.5 ഇഞ്ച് ആണ് ലെങ്ത് ഉള്ള നൈറ്റിയാണ് ആവശ്യം. എനിക്കുള്ള നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ പ്ലസ് 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 53.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഷോൾഡർ വന്നിട്ട് 7.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അത് മാർക്ക് ചെയ്തു. ആം ഹോൾ വന്നിട്ട് അതേപോലെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ചെസ്റ്റ് വന്നിട്ട് 11.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് അങ്ങനെ 12.5 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് വരഞ്ഞു കൊടുക്കാം. ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് വന്നിട്ട് 13.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വിഡ്ത്ത് വന്നിട്ട് വേസ്റ്റ് വിഡ്ത്ത് വന്നിട്ട് 11 പ്ലസ് 1 ഇഞ്ച് അങ്ങനെ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. മാർക്ക് ചെയ്തു. പിന്നെ ഹിപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 21.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് വന്നിട്ട് 12 പ്ലസ് 1 ഇഞ്ച് അങ്ങനെ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഷേപ്പ് വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ 51.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കൂടെ പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മേലോട്ട് ഒരു 1.5 ഇഞ്ച് ഇതിൽ ഒരു ഷേപ്പായിട്ട് വരഞ്ഞു കൊടുക്കുക. നൈറ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷേപ്പായി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് വന്നിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ വിഡ്ത്തായിട്ട് വരുന്നത് 10.5 ഇഞ്ച് കേട്ടോ. അതങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിന് മേലോട്ട് ഒരു 3.5 ഇഞ്ച് അളവിൽ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഷേപ്പ് വരഞ്ഞു കൊടുത്തു. അങ്ങനെ എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തുണിൻ്റെ മേലെ 4 പീസായി വെച്ചിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 2 നൈറ്റി 4 പീസായിട്ട് ഇങ്ങനെ വരുമല്ലോ. അതിൽ ഒരു പീസിൽ വന്നിട്ട് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. സ്ക്വയറായിട്ട് ആണ് ഷേപ്പ് വരുന്നത്. 2.25 ഇഞ്ച് അളവിൽ മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സ്ക്വയറായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് നെക്ക് വന്നിട്ട് 6 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. 6 ഇഞ്ച് ലെങ്ത്തും 2.25 ഇഞ്ച് വിഡ്ത്തുമായിട്ടാണ് വരുന്നത്. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം 2.25 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പാണ് വരഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. മാർക്ക് ചെയ്ത് റൗണ്ട് ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം
ഈ ഷേപ്പ് വരഞ്ഞതിൻ്റെ ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് അളവിൽ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. നെക്കിൻ്റെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അങ്ങനെ റൗണ്ടായിട്ട് പാതി വരെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത്, അതായത് 6 ഇഞ്ച് എടുത്തില്ലേ, അത് 6 ഇഞ്ചിൻ്റെ താഴേക്ക് ഒരു 4 ഇഞ്ച് പോലെ അങ്ങനെയായിട്ട് മൊത്തത്തിൽ 10 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. റൗണ്ട് ഷേപ്പാക്കിയിട്ട് വരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ട് മിക്സ് ആൻഡ് മാച്ച് ആണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഇപ്പോൾ വരഞ്ഞു കൊടുത്തിരിക്കുന്ന ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് മുതൽ ഈ താഴെ വരെ ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ ഒരു 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് മേലോട്ട് റൗണ്ട് ഷേപ്പ് വരഞ്ഞില്ലേ, അതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇനി കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ മാർക്ക് ചെയ്തതിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് നെക്ക് അതേ ഷേപ്പിൽ തന്നെയാണ്, സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് ലെങ്ത്ത് വന്നിട്ട് 4 ഇഞ്ചും വിഡ്ത്ത് വന്നിട്ട് 2.25 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വേഗം കാണാം.